ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വളരെ സജീവമായിട്ട് രംഗത്തുണ്ടാവും. കാരണം അത് ജനങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്, പ്രാദേശികമായിട്ടുള്ളതാണ്. അതിൽ വളരെ വലിയ രീതിയിൽ മുൻഗണന കൊടുത്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ വനിതാ നേതാക്കന്മാർ നിങ്ങൾക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ഒരു 23-ാം തീയതി ഞങ്ങളുടെ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം 3 പരിപാടി സംസ്ഥാന തലത്തിൽ ആശാ വർക്കർമാർക്ക് അവർ പിന്തുണയേകിക്കൊണ്ട് അവിടെ വലിയ സമരം നടത്തി. മറ്റു ജില്ലകളിൽ അവർ സമരം നടത്തി. ഇപ്പോൾ ഈ ഷഹബാസിൻ്റെ മരണം എത്തി ആ കുടുംബത്തെ പോയി അവരെ ആശ്വസിപ്പിച്ചു. അപ്പോൾ വനിതകളൊക്കെ വളരെ സജീവമായിട്ട് എന്താ പറയുക ഇതിലേക്ക് കടന്നു വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട്. അതൊരു പൊളിറ്റിക്കലി ഒരു മാറ്റമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അത് തൃണമൂൽ കോൺഗ്രസ് ഏത് മുന്നണിയിൽ പ്രവർത്തിക്കുന്ന ആ മുന്നണിക്കൊപ്പം പ്രവർത്തിക്കാനാണ് ഞങ്ങൾ തൃണമൂൽ കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. എല്ലാവരും വരാൻ പലരുമുണ്ട്. എല്ലാവരും ഇങ്ങനെ ഭീഷണിപ്പെടുത്തി. അതെ പലരും ഭീഷണിയിലാണ്, മനസ്സിലായില്ലേ? പലരെയും എന്താ പറയുക, ഫോണുകൾ വാച്ചിങ്ങിലാണ്. നമ്മളോടൊപ്പം വരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ അടുത്തേക്ക് ഏരിയ സെക്രട്ടറി ഫോണുമായി ചെന്നിട്ട് ചെവിയിൽ വെച്ച് കൊടുക്കണം. ആരോട്? ആ ബ്രാഞ്ച് സെക്രട്ടറിയോട് സംസാരിക്കുന്ന ആരാണ്? അങ്ങേ തലത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. മനസ്സിലായോ? ഈ രീതിയിൽ ബ്രാഞ്ച് തലത്തിലേക്ക് പോലും ഇറങ്ങുന്ന രാഷ്ട്രീയ എന്താ പറയുക പ്രതിസന്ധി കേരളത്തിൽ അവർക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിഫ്ലക്ഷൻ എത്രയായിരിക്കും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര BJP RSSുമായി ആലോചിച്ചിട്ട് നടത്തുന്നുണ്ട്. ആ ഒരു രീതിയിൽ അത് കാര്യങ്ങൾ ഇപ്പോഴും ഇലക്ഷൻ കമ്മീഷനിൽ ഒരു അനക്കവും വന്നിട്ടില്ല. അപ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന ലീഗൽ ഒരു ഒപ്പീനിയൻ നമ്മൾ തേടിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ഹൈക്കോടതിയിൽ ഒരു പബ്ലിക് ലിറ്റിഗേഷൻ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുന്ന കാര്യം ആണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായിട്ടും പരാജയപ്പെടുക മാത്രമല്ല, പിണറായി അവസാനത്തെ എന്താ പറയുക ആണിയായിരിക്കും അത് എന്ന് നമ്മൾ പറഞ്ഞാൽ 30,000 വോട്ടിൽ കുറയാത്ത വോട്ടിന് അവിടെ CPMനെ തോൽപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാനന്ന് രാജിവെച്ചിറങ്ങുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം അവിടെ നിറവേറ്റത്തക്ക രീതിയിലുള്ള രാഷ്ട്രീയ പരാജയം CPMനും LDFനും ഉണ്ടാകും. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇലക്ഷൻ നടത്താതിരിക്കാനുള്ള വഴികൾ LDF നേതൃത്വം CPM തേടുന്നത്. 17-ാം തീയതി രാവിലെ 10 മണിക്ക് ജില്ലാ ഹെഡ് ക്വാർട്ടേഴ്സുകളിൽ. അത് നോമ്പിന് ശേഷം നമ്മൾ ആലോചിക്കുന്നത്. സംസ്ഥാനതല ഉദ്ഘാടനം ഇപ്പോൾ നമ്മൾ 1-2 കാര്യങ്ങൾ നടത്തി. ഇനിയൊരു അതിന് ശേഷം സംസ്ഥാനതല ജാഥയാണ് നമ്മൾ 10-15 ദിവസം നീണ്ടു നിൽക്കുന്ന കാസർഗോഡ് ട്രിവാൻഡ്രം തുടർ ക്യാമ്പയിനായിട്ട്.